ശ്രീ മനുപ്രസാദ്, ഇവിടെ ഈ കോൺഗ്രസിന്റെ മന്ത്രിമാർ ഇങ്ങനെ സമുദായ നേതാക്കന്മാരെ പോയി കണ്ട് കൈകൂപ്പി ആശീർവാദം വാങ്ങുന്നത് എന്തു മാറ്റമായാണ് നിങ്ങൾ കാണുന്നത്? CPM ഈ കാര്യത്തിൽ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന വിമർശനങ്ങളുണ്ട്. അതായത് തെരഞ്ഞെടുപ്പിന് മുൻപ് ന്യൂനപക്ഷ വിഭാഗങ്ങളെ ചേർത്ത് നിർത്താൻ വേണ്ടി ഈ വിഭാഗങ്ങളോട് മുഴുവൻ അകലം പാലിക്കുന്നതായി നടിക്കുന്നു. അതിനുശേഷം പിന്നീട് അന്തർധാര സജീവമാക്കാനുള്ള തിരക്കിട്ട ശ്രമങ്ങൾ നടക്കുന്നു. ആ രാഷ്ട്രീയ വിമർശനത്തെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അല്ല, കേരളത്തിൻ്റെ പൊതുവായ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഇപ്പോൾ കാണുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്, വെള്ളാപ്പള്ളി നടേശൻ ഒരു സമുദായ നേതാവിൻ്റെ വീട്ടിലേക്ക് കോൺഗ്രസിൻ്റെ ഒരു മന്ത്രി പോകുന്നത് എങ്ങനെയാണ് ഇത്ര വാർത്തയാകുന്നത് എന്നുള്ളിടത്ത് തന്നെയാണ് അതിൻ്റെ ഉത്തരവ് നിലനിൽക്കുന്നത്. കാരണം എന്താണ്? അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ വോട്ട് ഇത്തരം സമുദായ നേതാക്കളടുത്ത് പോയാൽ, അവരെ കണ്ടാൽ, അവരോട് സംസാരിച്ചാൽ, അവരെക്കുറിച്ച് എന്തെങ്കിലും നല്ലത് പറഞ്ഞാൽ, ഞങ്ങൾക്ക് ചില മതവിഭാഗങ്ങളിൽപ്പെട്ട ചില വിഭാഗങ്ങൾ, മതങ്ങളെ മൊത്തത്തിലല്ല ഞാൻ പറയുന്നത്, ചില വിഭാഗങ്ങളുടെ ചില സംഘടനകളുടെ കൂട്ടത്തിലുള്ള വോട്ട് ഞങ്ങൾക്ക് കിട്ടാതെ പോകും, ചില സ്ഥലങ്ങളിൽ ലീഗ് പരാജയപ്പെട്ടു പോകുമോ, ലീഗിൻ്റെ വോട്ട് കിട്ടാതെ പോകുമോ എന്നുള്ള ഒരു അർത്ഥത്തിൽ ഇവരെയെല്ലാം കാണാതിരിക്കുന്ന സാഹചര്യമുണ്ടായി. എത്രമാത്രം മലീമസമായ ഒരു അന്തരീക്ഷത്തെയാണ് ഈ കേരളത്തിൽ കോൺഗ്രസ് സൃഷ്ടിച്ചതെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെയുള്ള ഏത് ഭീകരവാദിയുടെ അടുത്തും ഒരു മടിയുമില്ലാതെ പോകാൻ തയ്യാറെടുക്കുന്നവർ, ഏത് ഭീകരവാദിയുടെ വോട്ടും നേരിട്ട് പോയി ചോദിക്കാൻ മടിയില്ലാത്തവർ, ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടുപിടിച്ച് തെരഞ്ഞെടുപ്പിൽ നേരിട്ട് മത്സരിക്കാൻ ഒരു ഭയവുമില്ലാത്തവർ, ഇവിടെ വെള്ളാപ്പള്ളി നടേശനെയും ഈഴവ സമുദായത്തെയും ഓരോ സമുദായ നേതാക്കളെയും അവരെ അവഗണിച്ചു എന്ന് മാത്രമല്ല, ആക്ഷേപിക്കാനും കടന്നാക്രമിക്കാനും അവർക്കെതിരെ പലതരത്തിലുള്ള അശ്ലീല പരാമർശങ്ങൾ നടത്താനും കോൺഗ്രസിൻ്റെ നേതാക്കൾ ഉറഞ്ഞു തുള്ളിയത് ഈ കേരളത്തിൽ നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ, വെള്ളാപ്പള്ളി നടേശൻ്റെ അടുത്ത് ഒരു മന്ത്രി പോയത് ഞാൻ അദ്ദേഹത്തെ എന്തിനെങ്കിലും കാണാൻ വന്നു എന്ന് പറയാൻ പറ്റുന്നില്ല. എന്തിനു പോയി എന്ന് ചോദിച്ചാൽ ഒരു മന്ത്രിക്ക് ആർജവത്തോടു കൂടി കോൺഗ്രസിൻ്റെ മന്ത്രിക്ക് പറയാൻ സാധിക്കുന്നില്ല ഞാൻ എന്തിനിവിടെ വന്നു എന്നുള്ളത്. പരിഹാസ രൂപേണ ഇറങ്ങി പോവുകയാണ്, ഉത്തരം പറയാതെ പുറത്തേക്ക് പോവുകയാണ്. ഇത് പോയിട്ട് വീണ്ടും ഇത്തരം ആളുകളെ കളിയാക്കുന്നതിന് തുല്യമാണ്. ഈ സമൂഹത്തിൽ വിഭജനമുണ്ടാക്കാൻ പരിശ്രമിക്കുന്നത് ആര് എന്ന് ഇന്ന് നന്നായി മനസ്സിലാക്കിയിരിക്കുകയാണ്. തങ്ങളുടെ സീറ്റിന് വേണ്ടി, തങ്ങൾക്ക് വോട്ടിന് വേണ്ടി തങ്ങൾ എന്തും പറയുമെന്ന് കോൺഗ്രസ് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഇടതുപക്ഷം മുൻപേ തന്നെ ഈ നിലപാടുകൾ സ്വീകരിച്ചിരുന്നവരാണ്. ഇതിൻ്റെ കോൺഗ്രസിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്, എന്താണ് അങ്ങ് ജയിക്കാൻ വേണ്ടി നടത്തിയത് എന്ന് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത്, എന്താണോ മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ അദ്ദേഹം ചെയ്തത് അത് ഞാൻ ഒന്ന് പഠിച്ചു, അതിനുശേഷം ഞാനത് ആവർത്തിച്ച് ഈ കാലഘട്ടങ്ങളിൽ ചെയ്തു എന്നുള്ളതാണ്. അതായത് സമൂഹത്തിൽ വിഭജനമുണ്ടാക്കാൻ, ഒരു വിഭാഗത്തിൻ്റെ വോട്ട് സംഘടിതമായി നേടുന്നതിന് വേണ്ടി മറ്റൊരു വിഭാഗത്തിലെ മതവിഭാഗത്തിലെ സമുദായ നേതാക്കളെ എന്തും പറയുക, ആക്ഷേപിക്കുക, അപമാനിക്കുക, അവഹേളിക്കുക, വോട്ട് വാങ്ങുക, വിജയത്തിലേക്ക് എത്തുക, അതിനുശേഷം ചില ചെപ്പടി വിദ്യകൾ കാണിക്കുക എന്നുള്ളതാണ്. എന്തു പ്രശ്നമാണ് വെള്ളാപ്പള്ളി നടേശനെ കണ്ടാൽ ഹലോ പറഞ്ഞു പൂർത്തിയാക്കിക്കോളൂ മനുപ്രസാദ്. അല്ല, എന്തു പ്രശ്നമാണ് വെള്ളാപ്പള്ളി നടേശനെയും സുകുമാരൻ നായരെയും ഒക്കെ, ആ സമുദായത്തിൽപ്പെട്ട ആളുകളെയൊക്കെ നേരത്തെ തന്നെ കണ്ടാൽ ഉണ്ടാകാൻ പോകുന്നത്? ഇപ്പോൾ കാണുമ്പോൾ ഞങ്ങൾ വിമർശനം ഉന്നയിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഇവർ ആക്ഷേപിച്ചതിന് മാപ്പ് പറയുന്നുണ്ടോ പരസ്യമായിട്ട്? വർഗീയവാദിയാണെന്നും വിഷവിത്താണെന്നും അങ്ങേയറ്റം ഈഴവ സമുദായത്തിൽപ്പെട്ട പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ നേതാവായിട്ടുള്ളൊരു മനുഷ്യനെ ഒരു മടിയുമില്ലാതെ ഇവർ നിലപാട് എന്തു തന്നെയായാലും വർഗീയതയ്ക്കെതിരെ ആയിരിക്കും എന്നൊരു മേമ്പൊടി ചാർത്തി ഒരു വിഭാഗത്തിലുള്ളവരെ എല്ലാം ആക്ഷേപിച്ചപ്പോൾ ഒരു ദയവും ഇവർക്കുണ്ടായിരുന്നില്ല. അത് പറയുമ്പോൾ, ആ നിലപാട് എന്ന് ഉറക്കെ പറയുമ്പോഴും ജമാഅത്ത് ഇസ്ലാമിയെ കക്ഷത്ത് ചേർത്ത് വെച്ചുകൊണ്ടാണ് VD സതീശനും കൂട്ടരും ഈ നാട്ടിൽ പ്രചരണം നടത്തിയത്. അപ്പോൾ ഇതൊക്കെ തുറന്നു കാണിക്കപ്പെടുന്ന ഒരു അവസരമാണിത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്.